പ്രസവം എന്ന് പറയുന്നത് തന്നെ വേദനയുള്ളതാണ്. വേദനയോടെ അമ്മ കരയുമ്പോൾ ചിരിയോടെ പുറത്തേക്ക് വരുന്ന കുട്ടി ഏറ്റവും സുന്ദരമായ നിമിഷമാണ്. എന്നാൽ പലർക്കും ഇന്ന് പ്രസവവേദന എന്നതൊരു ഭയമാണ്. അതുകൊണ്ട് തന്നെ പലരും നോർമൽ ഡെലിവറിക്ക് പകരം സിസേറിയൻ മതിയെന്ന് തീരുമാനിക്കാറാണ് പതിവ്. എന്നാൽ നോർമൽ ഡെലിവറിയേക്കാളും വേദനകൾ നിറഞ്ഞതാണ് സിസേറിയൻ എന്നാരും അറിയുന്നില്ല. സ്റ്റിച്ചൊക്കെ ആയി കുറേ ദിവസം അങ്ങനെ പോകും. പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങളിൽ ഒന്നായിരിക്കും നോർമൽ പ്രസവം വേണോ അതോ സിസേറിയൻ വേണോ എന്നത്. 85% സ്ത്രീകളിലും ഡോക്ടർമാർ നോർമൽ ഡെലിവറിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തന്നെ 65% സ്ത്രീകൾ മാത്രമാണ് സുഖപ്രസവത്തിലൂടെ കുട്ടിക്ക് ജന്മം നൽകുന്നത്. പലരും സിസേറിയന് വിധേയമാകുന്നവരും ഉണ്ട്, പല കാരണങ്ങൾ കൊണ്ടും. സിസേറിയൻ ഇല്ലാതെ സുഖപ്രസവത്തിന് എന്ത് ചെയ്യണം? ഗർഭിണികളായ പലരും ആലോചിക്കുന്ന കാര്യങ്ങളിലൊന്നാണത്. എങ്ങനെയാണ് സിസേറിയൻ ഇല്ലാതെ സുഖപ്രസവം നടക്കുക എന്ന്. ഇതിനുള്ള വഴി എന്ന് പറയുന്നത് വ്യായാമമാണ്. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പ്രതിവിധി വ്യായാമത്തിലുണ്ട് എന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ ചില വ്യായാമങ്ങൾ ശീലമാക്കിയാൽ നിങ്ങൾക്ക് സുഖമായി പ്രസവിക്കാം. പലപ്പോഴും ഗർഭിണികളോട് പല ഡോക്ടർമാരും വ്യായാമം ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട്. ഗർഭകാല ദിവസങ്ങളിൽ മുടങ്ങാതെ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുകയും ആക്റ്റീവായി തുടരാൻ സഹായിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഗർഭകാലത്ത് വ്യായാമം ചെയ്യുന്നത് പെൽവിക് മസിലുകളെ ശക്തിപ്പെടുത്തുകയും ഇതിന്റെ ഗുണം ഗർഭാശയത്തിന് ലഭിക്കുകയും ചെയ്യും. ഗർഭകാലത്ത് ചെയ്യാൻ പറ്റുന്ന ചില വ്യായാമങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതിലൊന്നാമത്തേതാണ് സ്ക്വാട്സ് വ്യായാമം. ഗർഭിണികൾ സ്ക്വാട്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഓരോരുത്തരുടെയും ആരോഗ്യത്തിനനുസരിച്ചാണ് സ്ക്വാട്സ് ചെയ്യേണ്ടത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിവർന്നു നിന്ന് കയ്യിൽ വെയിറ്റ് എടുത്ത് കാലുമുട്ടുകളിൽ ബലം കൊടുത്ത് കുത്തിയിരിക്കുന്നത് പോലെ മെല്ലെ കുനിയുക. കണങ്കാലിലെയും തുടയിലെയും പേശികളിലായിരിക്കണം ആയാസം വരേണ്ടത്. ഭാരം നീട്ടിയോ ഉയർത്തിയോ പിടിക്കാം. ഭാരമെടുക്കാതെ ചെയ്യുമ്പോഴും കൈ ഉയർത്തിയോ നീട്ടിയോ പിടിക്കണം. ഇത്തരത്തിൽ ചെയ്യുന്നത് സുഖപ്രസവത്തിന് സഹായിക്കും. അടുത്തത് എല്ലാവർക്കും സുപരിചിതമായ കെഗൽ വ്യായാമമാണ്. ഗർഭിണികൾ 9ാം മാസത്തിൽ ചെയ്തിരിക്കേണ്ട വ്യായാമങ്ങളിൽ ഒന്നാണ് കെഗൽ വ്യായാമം. ഈ വ്യായാമം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണയായി മൂത്രം പിടിച്ചു നിർത്തുന്നത് പോലെ ഈ പേശികളെ ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ വ്യായാമം. പേശികളെ ആദ്യം ഇറുക്കി പിടിക്കുക. 5 സെക്കൻഡിന് ശേഷം അയച്ചു വിടുക. ഇങ്ങനെ 10 തവണ ആവർത്തിക്കുക. ഒരു ദിവസത്തിൽ 10 സെറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. ക്രമേണ 20 തവണ വരെ ഇങ്ങനെ ചെയ്യാം. പേശികൾ ക്ഷീണിച്ചതായിട്ട് തോന്നിയാൽ 4-5 മിനിറ്റ് വിശ്രമിക്കണം. അടുത്തത് സൈഡ് ബെൻഡാണ്. സൈഡ് ബെൻഡ് സ്ട്രെച്ചിങ് ഗർഭിണികൾക്ക് ഏറ്റവും നല്ല വ്യായാമങ്ങളിലൊന്നാണ്. ഇത് നിങ്ങളുടെ ഇടുപ്പിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഈ വ്യായാമം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു കൈ ഇടുപ്പിന് ബലം കൊടുത്തുകൊണ്ട് നിവർന്നു നിൽക്കുക. ശേഷം നിങ്ങളുടെ അരക്കെട്ടുകൾ ഇടതുവശത്തേക്ക് കഴിയുന്നത്ര നിലയിൽ താഴേക്ക് വളയ്ക്കുക. ഇതേ സമയം നിങ്ങൾ വളയുന്നതിനനുസരിച്ച് മറ്റേ കൈ മുകളിലേക്ക് ഉയർത്തുക. നേരെ നിവർന്നു നിന്ന ശേഷം മറുവശത്തും ഇതേ പ്രവൃത്തി ആവർത്തിക്കുക. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സുഖപ്രസവത്തിനുള്ള വഴിയൊരുങ്ങും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പലപ്പോഴും പല ഡോക്ടേഴ്സും വ്യായാമങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള വ്യായാമങ്ങളായിരിക്കും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല വ്യായാമങ്ങളും ഡോക്ടേഴ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങളെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും എത്തിക്കുമെന്ന് ഓർക്കുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.